ആശകൾ 1000, ജനപ്രിയ നായകൻ ജയറാം എന്നങ്ങനെ ആരും പറയാറില്ല. പക്ഷേ ആ ഒരു ടാഗ് ലൈൻ പുള്ളിക്ക് ഭയങ്കരമായിട്ട് യോജിച്ചതാണ്. ദിലീപേട്ടനെ വിളിക്കാം, നമുക്ക് ജയറാമേട്ടനെ വിളിക്കാം. അങ്ങനെ പറയാനാണെന്നുണ്ടെങ്കിൽ ജനപ്രിയ നായകൻ ജയറാമേട്ടന്റെ മലയാള സിനിമയിലെ ഒരു തിരിച്ചുവരവ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാത്തിരുന്ന ഒരു തിരിച്ചുവരവ് ഈ ഒരു സിനിമയിലൂടെ എനിക്ക് കിട്ടി എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. കാരണം ഈ സിനിമ തിയേറ്ററിൽ കാണുമ്പോഴത്തേക്കും വലിയ ഗംഭീര പടം, അല്ലെങ്കിൽ ഭയങ്കര മാടാകോടി പടം, വലിയ സാധനം, ഇതൊന്നുമില്ല. ഒരു കുഞ്ഞ് ഫാമിലി സെറ്റപ്പ്, ഓക്കെ, ഒരു ഫീൽ ഗുഡ് പടം, ഒരു ചെറിയ പടം. പക്ഷെ നമ്മൾ കുറച്ച് കണ്ണീരണിയിക്കും നമ്മളെ. കുറച്ച് രസകരമായിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട്, കുറച്ച് ചിരിക്കാം, കുറച്ച് ഇമോഷൻസ് ഉണ്ട്, കുറച്ച് ചിന്തിക്കാം. അങ്ങനെ ഒരു ഫീൽ ഗുഡ് ഫാമിലി പടം. അതാണ് 1000 ആശകൾ. ഇതിനകത്ത് ജയറാമേട്ടൻ മാത്രമല്ല കേട്ടോ. ഈ സിനിമയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജയറാമേട്ടൻ തിരിച്ചു വരുന്നു, ജയറാമേട്ടന്റെ മകനായിട്ടുള്ള കാളിദാസ് ജയറാം തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു തിരിച്ചുവരവിന്റെ ഘോഷയാത്രയാണ്. മാത്രമല്ല സിനിമയുടെ സംവിധാനമായിട്ടുള്ള പ്രജിത്ത് ഇതിനു മുമ്പ് വടക്കൻ സെൽഫി എന്ന് പറയുന്ന സിനിമ എടുത്തു. അത് കഴിഞ്ഞ് വേറെ ഏതൊരു സിനിമ കൂടെ അദ്ദേഹം എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രജിത്തിന്റെ തിരിച്ചുവരവ് എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല നമ്മുടെ ഗോകുലേട്ടൻ ഈ സിനിമയിൽ ഗോകുലേട്ടനായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഗോകുലം ഗോപാലൻ ആസ് ആൻ ആക്ടർ ബബ്ബയിൽ പുള്ളി എയറിൽ പോയി, പ്രൊഡ്യൂസർ പുള്ളി എയറിൽ പോയി. പക്ഷെ ഇപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും പ്രൊഡ്യൂസർ എന്ന രീതിയിലും ആക്ടർ എന്ന രീതിയിലും ഗോപാലേട്ടൻ തിരിച്ചു വന്നിട്ടുണ്ട്. ആശാ ശരത്ത് കുറെ നാളായിട്ട് സിനിമയിലൊന്നും അത്ര നമ്മൾ കാണാറില്ല. ആശാ ശരത്ത് തിരിച്ചു വരുന്നു. അങ്ങനെ കുറെ ആൾക്കാർ തിരിച്ചു വന്ന ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്കിത് ഫീൽ ചെയ്തത്. എനിക്ക് വളരെ ഇഷ്ടപ്പെടും കേട്ടോ. കാരണം നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്കിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും നല്ല രസമുണ്ട്. അത്യാവശ്യം നല്ല പരിപാടിയൊക്കെ അവർ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളൊരു ഭയങ്കര മാടാകോടി പടം എന്നും പറഞ്ഞുകൊണ്ട് ഗംഭീര പടം, ഒരു സൂപ്പർ പടം, വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട. നിങ്ങളൊന്നും പ്രതീക്ഷിക്കാണ്ട് തിയേറ്ററിൽ പോയിട്ട് ഒരു പഴയ ഒരു വിന്റേജ് ജയറാമേട്ടൻ മോഡൽ ഒരു പടം, ഒരു കുടുംബത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമ, ഒരു അച്ഛന്റെയും മോന്റെയും കുറച്ച് അവരുടെ സ്വപ്നങ്ങൾ, ഇഷ്ടങ്ങൾ, ഈഗോ ക്ലാഷുകൾ, അവരുടെ ഒരു അച്ഛൻ മകനെ എങ്ങനെ കാണുന്നു, ഒരു മകൻ അച്ഛനെ എങ്ങനെ കാണുന്നു എന്നുള്ള ഒരു ഫാമിലിയിലെ കുറെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കൊച്ചു പടമാണിത്. അപ്പോൾ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും കൊള്ളില്ല എന്ന് പറഞ്ഞൊന്നും ഇറങ്ങത്തില്ല. നിങ്ങൾ ഒന്ന് ഓക്കെ ഉള്ള രീതിയിൽ പടം കണ്ട് നിങ്ങൾക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും. ഈ പടത്തിന്റെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ജയറാമേട്ടന്റെ പെർഫോമൻസിനാണ്. കാരണം മലയാള സിനിമയിൽ ജയറാമേട്ടൻ കരഞ്ഞാൽ നമുക്ക് കരച്ചിട്ട് വരും. നിങ്ങൾ ജയറാമേട്ടന്റെ പഴയ സിനിമകൾ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം അദ്ദേഹം ഒരു ഫാമിലി മൂവിയിൽ പുള്ളി ഒരു സെന്റിമെന്റൽ രംഗം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഈ ജയറാമേട്ടൻ പണ്ട് നമ്മുടെ ഈ മകനായിട്ട് അഭിനയിക്കുന്ന കുറച്ച് സിനിമകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ പുള്ളി കരയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നമുക്കെന്തോ പുള്ളി കരയുമ്പോഴത്തേക്ക് സത്യനന്ദിക്കാട് സിനിമയിലൊക്കെ പുള്ളി കരയുമ്പോൾ, അല്ലെങ്കിൽ കമലിന്റെ സിനിമയിൽ പുള്ളി കരയുമ്പോൾ നമുക്ക് തോന്നും, ഈ മനുഷ്യൻ നമ്മളെ കരയിപ്പിക്കുള്ളൂ എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. ഈ സിനിമയിലും 1-2 രംഗങ്ങൾ അങ്ങനെ ഉണ്ട് കേട്ടോ. അതിനകത്ത് പുള്ളി കരയുമ്പോൾ നമുക്കും എന്തോ സങ്കടം വരും, നമ്മൾ അറിയാണ്ടെന്ന് സങ്കടപ്പെട്ട് പോകും. അതുപോലെ തന്നെ ഏറ്റവും വലിയ കോമഡി പുള്ളിയുടെ ആ സാധനം ഈ സിനിമയിൽ ഒരു ഗംഭീര ഊക്കായിട്ട് അവർ തന്നെ ജയറാമേട്ടനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് നൈസാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ആ സാധനം ഇഷ്ടപ്പെട്ടു. കാരണം അത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആ ഒരു പാപ്പയുടെ ട്രോൾ അറിയാവുന്നവർക്ക് അത് ഗംഭീരമായിട്ട് വർക്കാവും ആ ഒരു സാധനം. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ റീൽസ് ഒക്കെ ചെയ്യുന്ന അഖിൽ എന്നാടി ഈ ഒരു പടത്തിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അഖിലിന് കിട്ടിയ സാധനം കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ആവേശത്തിൽ പുള്ളിക്കൊരു റോള് മിസ്സായെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവേശത്തിൽ അത്രയും ഗംഭീരമായിട്ടുള്ളൊരു റോളൊന്നും ഇതിനകത്ത് ഉണ്ടാവത്തില്ല. പക്ഷേ നമ്മുടെ കാളിദാസ് ജയറാമിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഒരു സംഭവമാണ്. അതും പുള്ളി വെടിപ്പായിട്ട് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല. ഇപ്പോൾ ഇതിനകത്ത് പടം തുടങ്ങുമ്പോൾ തന്നെ ജയറാമേട്ടനാണെങ്കിലും കാളിദാസ് ജയറാമിനാണെങ്കിലും അങ്ങ് കാണിച്ചാൽ തുടങ്ങിയേക്കോ. അല്ലാണ്ട് പ്രത്യേകിച്ച് അവർക്ക് ഇൻട്രോയോ അവർക്ക് പ്രത്യേകിച്ച് വലിപ്പമുള്ള സംഭവങ്ങളോ ഒന്നുമില്ല. എനിക്കൊന്നും അതിനേക്കാൾ ഒരു ഇൻട്രൊഡക്ഷൻ മ്യൂസിക് പോലും രണ്ടുപേർക്കും ഇല്ല. അതേസമയത്ത് നമ്മുടെ ആശാ ശരത്തിനെ കാണിച്ചപ്പോഴത്തേക്കും ഒരു സ്ലോ മോഷനിലൊക്കെയാണ് ആശാ ശരത്തിനെ കാണിച്ചൊക്കെ തുടങ്ങുന്നത്. അതുകൊണ്ട് സംഭവം കൊള്ളാം. നിങ്ങൾ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടാൽ സാധനം ഓക്കെയാണ്. നമ്മൾ കണ്ടിട്ടുള്ള, അതായത് ഒരു ഫാമിലിയിൽ ഉണ്ടാവുന്ന ഈഗോ ക്ലാഷ്, അച്ഛൻ മകൻ ഈഗോ ക്ലാഷ് ഒക്കെ തന്നെയാണ് പടത്തിന്റെ തീം എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് വെറൈറ്റി എന്നല്ല, എന്നാലും ഒരു നൈസ് സാധനം അവർ വെച്ചിട്ടുണ്ട്. അഭിനയ മോഹത്തിന്റെ കാര്യത്തിൽ ഒരു അച്ഛന്റെയും മകന്റെയും സംഭവങ്ങൾ അവർ ഒരു സാധനം എടുത്ത് വെക്കുന്നുണ്ട്. അത് വർക്കാണ്. നമുക്ക് പടം കണ്ട് തീരുമ്പോഴത്തേക്കും നമുക്ക് ആ സാധനം വർക്കാണ്. പിന്നെ ഈ പടത്തിന്റെ വേറൊരു ഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ഗംഭീര പെർഫോമൻസ് ഇൻ ദ സെൻസ് പടത്തിലെ ഓവറോൾ ഈ പടത്തിലെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഷറഫുദ്ദീൻ്റെ ഒരു സാധനമുണ്ട്. ഷറഫുദ്ദീൻ ഈ റീസെന്റ് ചെയ്തിട്ടുള്ള കുറച്ച് പരിപാടീസിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഒരു നൈസ് സാധനം
ഷറഫുദ്ദീൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതും കൊള്ളാം. ഷറഫുദ്ദീൻ്റെ പരിപാടി അത്യാവശ്യം നമുക്ക് കാണുമ്പോഴത്തേക്കും വർക്കാണ്. ഒരുപാടൊന്നും ഷറഫുദ്ദീൻ ഇല്ല, പക്ഷെ എങ്കിൽ തന്നെയും ഉള്ള സീൻസൊക്കെ പുള്ളി നൈസാക്കിയിട്ടുണ്ട്. പുള്ളിയുടെ പരിപാടി ഒരു നെഗ് ഷെയ്ഡുള്ളൊരു സാധനമായിട്ടാണ്. പ്രത്യേകിച്ച് ഇതിനകത്തെ ജയറാമേട്ടൻ്റെയും ഷറഫുദ്ദീനും ഫസ്റ്റ് ഒരു സീനുണ്ട്, ഒരു സ്കൂളിൽ ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് ബേസിലുള്ള ഒരു സംഭവമുണ്ട്. അതിനകത്ത് ഷറഫുദ്ദീൻ ഇടുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അത് അത്യാവശ്യം തിയേറ്ററിൽ രസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ജയറാമേട്ടൻ്റെ മൊമെന്റും കൂടെ നമുക്ക് ആ ഒരു രംഗത്തിൽ കാണാനായിട്ട് സാധിക്കും. പിന്നീട് ഒരു ഫസ്റ്റ് ഹാഫ് നമുക്ക് അങ്ങ് ഒഴുകി പോകുന്നുണ്ട്. ഒരു ഇന്റർവെൽ ആകുമ്പോഴത്തേക്കും നമുക്കൊരു നൈസ് ഒരു സാധനമൊക്കെ തരുന്നുണ്ട്. ഇന്റർവെൽ കഴിഞ്ഞിട്ട് പടത്തിന്റെ ട്രാക്ക് കുറച്ചുകൂടെ ഇമോഷൻസിലേക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ടൊക്കെ കയറുന്നുണ്ട്. ഒരു 2.25 മണിക്കൂറാണ്. അപ്പോൾ ഈ 2.25 മണിക്കൂർ നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് എവിടെയും ഒരു ലാഗ് അടിച്ച് മടുപ്പടിച്ച് അതില്ല. പക്ഷെ ഒരു നൈസ് താളത്തിലങ്ങ് ഒഴുകി പോകുന്നുമുണ്ട്. പിന്നെ കാളിദാസ് ജയറാമിനെ പറ്റി എനിക്ക് തോന്നുന്നു, കാളിദാസ് ജയറാം മെച്ചുവേർഡായിട്ട് അഭിനയിച്ചില്ല. ഒരു നായക വേഷം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പുള്ളി മലയാളത്തിൽ ചെയ്തിട്ടുള്ള ഏക നല്ല വർക്ക് ഇത് മാത്രമാണ്. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാം തന്നെ പടക്കക്കടയിലെ ബോംബുകളാണ്. കാളിദാസ് ജയറാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോംബ് പൊട്ടിക്കാൻ പുള്ളിക്ക് തന്നെ താല്പര്യമില്ലാണ്ട് പുള്ളി അഭിനയം നിർത്തി എന്നുള്ളൊരു അവസ്ഥ പോലും മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് മലയാളത്തിൽ പുള്ളി ഇനി സിനിമ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലേക്ക് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ചൊക്കെ നോക്കുമ്പോഴത്തേക്കും പുള്ളിയുടെ ഹാപ്പി സർദാറോ അങ്ങനെ ഇതൊക്കെയോ കുറെ ബോംബ് പടങ്ങളൊക്കെ ഉണ്ട്. ആ ബോംബ് പടങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നൈസായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതായത് വെറുപ്പിക്കൽ പരിപാടീസ് ഒന്നുമില്ല. നെപ്പോ കിഡ്സിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എടുത്തു പറയുന്നുണ്ട്. അത് അപ്പുറത്ത് കാളിദാസ് ജയറാം അവിടെ നിൽക്കുന്നുമുണ്ട്. കാളിദാസ് ജയറാമിന്റെ ലാസ്റ്റ് ഒരു സാധനം ഉണ്ട്. ആ സാധനവും കാളിദാസ് കുഴപ്പമില്ലാണ്ട് അതും ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, കാളിദാസ് ജയറാമിന്റെയും തിരിച്ചറിവെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്തുകയാണ്. കാരണം കാളിദാസ് ജയറാമിന്റെ പുള്ളി വന്നത് തന്നെ അബദ്ധമായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പുള്ളിക്ക് ഞാൻ കുറച്ചുകൂടെ എൻ്റെ കയ്യിലും കുറച്ച് വെടിക്കൊള്ളം വരുന്നുണ്ടെന്നുള്ളത് പുള്ളിയോടെ വെച്ചിട്ടുണ്ട്. കാരണം പുള്ളിക്ക് കുറച്ച് കോമഡിയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അത് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇപ്പൊ ജയറാമേട്ടനായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല മകൻ എന്ന രീതിയിൽ തന്നെ. പക്ഷെ എങ്കിലും പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. വെറുതെ ഒരു നെപ്പോക്കറ്റായിട്ട് ചുമ്മാ അങ്ങ് വന്നു പോവുകയല്ല എന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ട് പടത്തിനകത്ത്. ജയറാമേട്ടൻ്റെ ഒരു 1-2 ഡയലോഗ്സ് ഒക്കെ അവിടെ ഇവിടെ ആയിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ തിലകൻ ജയറാമേട്ടൻ കോംബോയിൽ പണ്ട് പറഞ്ഞ ഒരു ഡയലോഗിനകത്ത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജയറാമേട്ടൻ്റെ ഡാൻസ് കുറേ നാൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു സീനിയേഴ്സിന് ശേഷം ജയറാമേട്ടൻ്റെ ഒരു ഡാൻസ് നമ്പർ കാണുന്ന ഒരു മൂവി ഇതാണ്. അത് ആ പാട്ട് ഏതാണെന്നുള്ളതാണ്. ഷാർജ ടു ഷാർജയിലെ ആ സാധനം അവരെടുത്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതും കൊള്ളാം. അതും ജയറാമേട്ടൻ്റെ പരിപാടി ഓവറോൾ നൈസായിട്ടുണ്ടായിരുന്നു. എനിവേ, നിങ്ങളിത് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു സിനിമ, അങ്ങനെ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ഒരു അച്ഛൻ, അമ്മ, മക്കള്, നിങ്ങളെല്ലാവരുമായിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഈ ഒരു പടം കാണുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വർക്കാണ്. നിങ്ങൾക്ക് എന്തായാലും ഒരു കൊള്ളത്തില്ല അല്ലെങ്കിൽ വേസ്റ്റായി പോയല്ലോ എന്നൊരു തോട്ട് എന്തായാലും വരത്തില്ല. കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു കുഞ്ഞ് ഫാമിലി ഫീൽ ഗുഡ് പടം, അങ്ങനെയാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത. സോ അപ്പോൾ എന്തായാലും 1000 ആശകൾ. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഓക്കെ.